എഗ്ഗ് കൊണ്ട് നല്ല അടിപൊളിയൊരു സ്നാക്സിൻ്റെ റെസിപ്പിയല്ല. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടുക്കൂ. 3 കപ്പ് മൈദ, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ നെയ്യും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. 5 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി, 2 ടീസ്പൂൺ നെയ്യും കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. 1/4 ടീസ്പൂൺ നല്ല ജീരകം, 4 സബോള, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി എരിഞ്ഞത്, 2 പച്ചമുളക് ഇതൊന്ന് വഴറ്റിയെടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളകും പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരക പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വരട്ടെ. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. കിച്ചൺ ടോപ്പിലേക്ക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു ഉരുള വെച്ച് കൊടുക്കുക. ഇതൊന്ന് പരത്തിയെടുക്കുക. ഒരെണ്ണം കിച്ചൺ ടോപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിന് മേലേക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെയും നെയ്യിൻ്റെ മിക്സിൽ അതെല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ഒരെണ്ണം ഇതിന് മേലേക്ക് വെച്ച് കൊടുക്കുക. വീണ്ടും ഈ നെയ്യിൻ്റെയും കോൺഫ്ലവറിൻ്റെയും മിക്സ് ഒന്ന് പരത്തി കൊടുക്കുക. ലാസ്റ്റ് തീയും കൂടിയും വെച്ച് കൊടുക്കുക. ഇതിന് മേലേക്ക് ആ നെയ്യിൻ്റെ മിക്സ് ആക്കി കൊടുക്കുക. ഇതൊന്ന് റോൾ ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കിച്ചൺ ടോപ്പിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ഉരുള വെച്ചിട്ട് നന്നായി ഒന്ന് പരത്തിയെടുക്കുക. ഇതിൻ്റെ അരിവശമൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മസാല വെച്ച് കൊടുക്കുക. ഒരു മുട്ടയുടെ പകുതി വെച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഫ്രോക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കുക. ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഓരോന്ന് ഇട്ട് കൊടുക്കുക. ഇതാവണത് വരെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഇതായിട്ടുണ്ട്. പാത്രത്തിലേക്ക് മാറ്റാം. കിടിലൻ രുചിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.